ഒരു കമ്പനിയുടെ വില ഉയരുന്നത് അതിൻ്റെ മികച്ച പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കമ്പനിയുടെ വളർച്ചാ ഘട്ടത്തിലോ അതല്ലെങ്കിൽ കമ്പനിക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിക്കുമ്പോഴോ ആവാം. ഇങ്ങനെ കമ്പനിയിൽ ഒരു പോസിറ്റിവിറ്റി കാണുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ഈ കമ്പനിയുടെ ഷെയർസ് വാങ്ങാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അതോടൊപ്പം കയ്യിലുള്ള ഷെയർസ് ആളുകൾ വിൽക്കാൻ മടിക്കുകയും ചെയ്യുന്നു. അതായത് സ്റ്റോക്കിൽ സപ്ലൈ കുറയുകയും ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു. ആ സമയത്താണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. നേരെ തിരിച്ചും സംഭവിക്കാം. കമ്പനിയിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി വരുന്നുണ്ട്. കമ്പനിയുടെ വളർച്ചയ്ക്ക് പകരം താഴ്ചയിലേക്കാണ് കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കയ്യിലുള്ള ഷെയർസ് ആളുകൾ കൂടുതലായി വിൽക്കാൻ താല്പര്യപ്പെടുകയും വാങ്ങാൻ അത്രയ്ക്ക് തിരക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യും. അപ്പോഴാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ടേക്ക് വരുന്നത്. ഉദാഹരണത്തിന് മാങ്ങയുടെ കാര്യം എടുത്തു നോക്കാം. ഇതിൻ്റെ സീസണിൻ്റെ തുടക്കത്തിൽ കിലോഗ്രാമിന് 200 രൂപയും 300 രൂപയും ഒക്കെ മാങ്ങയ്ക്ക് വിലയുണ്ടാകാറുണ്ട്. കാരണം സീസണിൻ്റെ തുടക്കത്തിൽ മാങ്ങയുടെ ലഭ്യത വളരെ കുറവാണ്. വളരെ കുറച്ച് മാങ്ങകൾ മാത്രമേ മാർക്കറ്റിലേക്ക് എത്താറുള്ളൂ. പക്ഷെ അതിന് ആവശ്യക്കാരുടെ എണ്ണം വളരെ കൂടുതലുമായിരിക്കും. അപ്പോഴാണ് ഇതിൻ്റെ പ്രൈസ് കൂടുന്നത്. ഇനി ഇതിൻ്റെ സീസണിൻ്റെ പീക്ക് ടൈമിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കാണാം വഴിവക്കിലും അവിടെയും ഇവിടെയും ഒക്കെ മാങ്ങയാണ്. കിലോഗ്രാമിന് 50 രൂപ അല്ലെങ്കിൽ 100 രൂപയ്ക്ക് 2.5 കിലോ 3 കിലോ എന്നിങ്ങനെയായി ഇതിൻ്റെ പ്രൈസ് താഴാറുണ്ട്. കാരണം എന്താണ്? ഡിമാൻഡ് കുറയുകയും സപ്ലൈ കൂടുകയും ചെയ്തു എന്നതാണ്. ഇതേ പ്രതിഭാസം തന്നെയാണ് സ്റ്റോക്കിൻ്റെ വിലയിലും പ്രതിഫലിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യുക.